ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും ഒരു മുട്ടയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 8 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടും അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഞാൻ അത് ബൗളിൽ വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് തേങ്ങ ചേർത്തി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒരുപാട് കൂടിപ്പോവരുത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലാണ് ഇത് നിങ്ങൾ അടിച്ചെടുക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏലക്കായ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിയിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അത് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമ്മൾ വെള്ളമോ പാലോ ഒന്നും ചേർക്കണില്ല. ഈ കോഴിമുട്ടയും പഞ്ചസാരയും ബ്രെഡും പാടം നല്ലവണ്ണം തന്നെ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മിക്സിയിലാണ് ചെയ്യണമെങ്കിൽ ഒരുമിച്ചിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ മിക്സിയിൽ ചെയ്യില്ലാറ് നമുക്ക് ഈ ബൗളിൽ ചെയ്യുന്നതാവട്ടെ നല്ലത്. മിക്സിയിലാകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവേ. അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം തന്നെ കുഴച്ചിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്നും ചെറിയ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് നല്ലവണ്ണം തന്നെ ഉരുട്ടിയെടുക്കാം. ഇനി ഇത് കട്ട്ലേറ്റിൻ്റെ ആ രീതിയിൽ വേണമെങ്കിൽ ആ ഷേപ്പിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിതുപോലെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ല എണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണേ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കണം കേട്ടോ. ഒരു തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗം കരിയുള്ളൂ, ഉൾവശം ആവും ചെയ്യില്ല. അപ്പോൾ അറിയാലോ ബ്രെഡാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഏകദേശം തിരിച്ചും മറിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകൾ വശത്തേക്ക് ഇങ്ങനെ എണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം അങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് 2 വശം കുക്കാവുന്ന സമയത്ത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഒരുപാട് കളറാണ് മാറാൻ നിൽക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. പുറമേ നല്ല ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.